അപ്പോ നമുക്ക് ആരംഭിക്കല്ലേ? എന്താ മെമ്പറെ? അതായത് ഇന്ന് നമ്മളിവിടെ വിളിച്ചു കൂട്ടിയിട്ടുള്ളത് നമ്മുടെ പഞ്ചായത്തിന്റെ കഴിഞ്ഞ 3 വർഷത്തെ പ്രവർത്തനങ്ങളെ കുറിച്ച് വിലയിരുത്താനും വരാൻ പോകുന്ന ബഡ്ജറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി കൂടിയാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകളെ ഇന്ന് ഈ യോഗത്തിൽ വിളിച്ചിട്ടുള്ളത്. അപ്പോ വരുന്ന വികസന പ്രവർത്തനങ്ങൾ എവിടെ എന്തൊക്കെ വേണം എന്ന് പ്രതിപക്ഷ നേതാവിന് എന്തൊക്കെയാണ് പറയാനുള്ളത് എന്നുകൂടി ഞങ്ങള് അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത് ഞാൻ എല്ലാവരോടും കൂടി പറഞ്ഞിട്ട് എന്ത് ചെയ്തു പറയുന്നത്? എവിടെ റോഡ് കൊടുത്തത്? എവിടെ കോഴി കൊടുത്തത്? താൻ ആർക്ക് എന്ത് കൊടുത്തു വീരവാദം മുഴക്കണം? പ്രതിപക്ഷ നേതാവ് കൊടുത്തതിനെ കുറിച്ച് അന്വേഷിക്കണം. എന്ത് ഞാൻ അന്വേഷിച്ചിട്ടുണ്ടോ? ഈ പഞ്ചായത്തിൽ എത്രയോ പേർ കാട് കൊടുത്തു, ഏത് കാട്? കോഴി കൊടുത്തു, വീട് കൊടുത്തു, വിത്ത് കൊടുത്തു. എന്റെ എന്ത് അക്രമമാണ് പറയുന്നത്? ഇവർക്ക് ബോധമുണ്ടോ? അതെ, നിങ്ങൾക്ക് ബോധമുണ്ടോ? ഒക്കെ കട്ടുമുടിച്ചു കള്ളൻ, അത്തന്നെ കള്ളൻ. നിങ്ങളൊന്ന് സമാധാനമായി സംസാരിക്കണം. ഇവിടെ സ്ത്രീകളിരിക്കുകയാണ്, നിങ്ങൾ മാന്യമായിട്ട് സംസാരിക്കൂ. കാക്കയ്ക്ക് ഇരിക്കാൻ സ്ഥലമില്ലാത്തവർക്ക് വീട് കൊടുക്കും അല്ലെ? അതല്ല എന്ത് ചെയ്തത്? താൻ തന്റെ ഈ ഒലത്തിയ ബഡ്ജറ്റ് ഉണ്ടല്ലോ, അത് നമുക്കിവിടെ പറ്റില്ല. ഈ പഞ്ചായത്തിന് പറ്റില്ല. എനിക്ക് അവിടെ വീട്, എനിക്ക് അസല് വീടുണ്ട്. എനിക്ക് താൻ തന്റെ വീട്, താൻ നാട്ടുകാർക്ക് വീട് കൊടുക്കും, വീടില്ലാത്തവർക്ക് വീട് കൊടുക്കും. അല്ലാണ്ട് തന്റെ ഈ കോപ്പിലെ ബഡ്ജറ്റ് ഇവിടെ പറ്റില്ല. ഇത് നടക്കണ കേസല്ല, ഞാൻ സമ്മതിക്കില്ല. പ്രതിപക്ഷ നേതാവായിരിക്കുന്നുള്ള കാരണം ഇത് സമ്മതിക്കില്ല ഞാൻ. എന്തേ പുള്ളി ഒന്നും ചെയ്തില്ല എന്ന് നിങ്ങൾ കാര്യം പറയരുത് കേട്ടാ. പുള്ളി എത്ര റോഡുകൾ നന്നാക്കി ഇവിടെ. നിങ്ങൾ ഓരോ റോഡുകൾ എടുത്തിട്ട് പറയാൻ നിന്ന് കഴിഞ്ഞാൽ എത്ര റോഡ്, ആ കുളങ്ങള് 2-3 കുളങ്ങൾ പൊട്ടപ്പാൻ പോലെ കിടന്നിരുന്നത്, അതൊക്കെ പുള്ളി ശരിയാക്കിയില്ലേ? പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് കുന്താ പറയുന്നത് ഒന്നും ശരിയാക്കിയിട്ട എന്നുള്ളത്? അതൊക്കെ പുള്ളിക്കുമ്പോ ഓരോ അവസരങ്ങൾ കൊടുക്കാൻ വേണം. നിങ്ങൾ അപ്പോഴേക്കും ഒന്നും ചെയ്തില്ല, കളവോട്ട് ചെയ്തു. മനസ്സിലായ? ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങള് കളവോട്ട് ചെയ്തിട്ട് പ്രശ്നം ചെയ്തു. ഹലോ, താൻ എന്തൊരു കുഴപ്പം ചെയ്തു എന്ന് പറഞ്ഞ ഇവരൊക്കെ പറഞ്ഞു താൻ കോഴിന് കൊടുത്തു എന്ന് പറഞ്ഞു. താൻ എന്ത് കോഴിന് കൊടുത്ത്? ചാത്തും കോഴി കുട്ടിയോട് കൊടുത്തു അല്ലേ? എത്ര വീട്ടിലൊക്കെ ആ കോഴി ഉണ്ട്, എല്ലാത്തിനും കൂട്ടാൻ വെച്ച് കഴിച്ചവര്. ചാത്ത കോഴിന് പിന്നെ എന്ത് ചെയ്യാൻ പറ്റുക? വീട് കൊടുത്തു തന്നെ, റോഡ് നന്നാക്കി. ഇപ്പൊ ഞങ്ങളുടെ അവിടെ ഇരിക്കുമ്പോൾ ആ വഴി ഇപ്പോഴും കിടക്കണമെങ്കിൽ അങ്ങാട്ടാണ്. ആ വഴിക്ക് വന്നിട്ടുണ്ട കർഷം കഴിഞ്ഞ് പോയതിനു ശേഷം മൊത്തത്തില് കാക്കലോടെ ഇരുന്നിട്ട് എനിക്ക് നാടാറുണ്ട് ഇറങ്ങി ഓടാറുണ്ട്. എടോ പ്രതിപക്ഷ നേതാവ്, താൻ എന്നാണോ കുർക്കനായത്? എന്നാലും ഒരു അച്ഛന്റെ പ്രായമുള്ള എന്നെ ഇങ്ങനെ പറയാൻ പാടില്ല. കുറുക്കരുത്, അവരൊരു മെമ്പർ തന്നെ വിളിച്ച കുറുക്കന്. പ്രസിഡന്റ് ഒന്ന് കരയാലേ? പ്രസിഡന്റ് അല്ല, പ്രതിപക്ഷ നേതാവ്. ജയിച്ചാലല്ലേ പ്രസിഡന്റ് ആവുള്ളൂ. അവനൊക്കെ ക്ഷമിക്കേ, നമുക്കിതിന് തിരിച്ച് ശക്തമായിട്ടൊരു അടി കൊടുക്കണം. ശക്തമായിട്ട് അടി കൊടുക്കണം. അവനല്ല, അവന്റെ ആശയം പ്രസിഡന്റിന് കൊടുക്കണം. ഇതില് ഒറ്റ വഴിയുള്ളൂ. വരത്തും നമ്മള് പഴങ്ങാടനെ വരത്തും പഴങ്ങാടനെ വരത്തും. പഴങ്ങോടൻ വരുമോ? പഴങ്ങോടൻ ഞാൻ കൊണ്ടുവരും. പ്രസിഡന്റ് ആന്ധ്രോ പാർട്ടി മാറിയ അതല്ല പ്രസിഡന്റ്, നമ്മളൊന്നും മീറ്റിംഗ് തിരിഞ്ഞിട്ട് അതിനുശേഷം അവിടെ ചില തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ട്. അവര് പഴങ്ങോടിന് വരട്ടാനുള്ള പരിപാടിയാണ്. അപ്പൊ പ്രസിഡന്റ് ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ഞാൻ ഇപ്പൊ ഒന്ന് പറയാനുള്ള കാര്യം എന്താന്ന് വെച്ചാൽ പ്രസിഡന്റിക്ക് പട്ടയം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് വന്ന് പറഞ്ഞത്. അതെ, തന്റെ പട്ടയം അത് ഞാൻ ഈ പഞ്ചായത്തിലെ പ്രസിഡന്റ് ആയിരിക്കുന്ന കാലം എനിക്ക് ഞാൻ ശരിക്കും തന്നിരിക്കും. അത് മതി പോരെ? പിന്നെ തന്റെ പാർട്ടി എന്താ ഇവിടെ ജയിക്കാത്തത് എനിക്ക് മനസ്സിലായ? ഇല്ല, തന്നെ പോലെയുള്ളവര് ഈ പാർട്ടിയിലുള്ള കാരണ. മനസ്സിലായ? പ്രസിഡന്റ്, അതുകൊണ്ട് എന്റെ പട്ടത്തിന്റെ കാര്യം മറക്കരുത്. തന്റെ പട്ടം ഞാൻ ശരിയാക്കി തന്നിരിക്കും. തൻ ധൈര്യം.
ആരാണ്ട് എന്റെ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് പറയുന്നത്? വീട് മാറിപ്പോയി പട്ടാളക്കാരെ നേരത്തെ പറയണ്ടോ? എന്നെ നിർത്തി പോയില്ലേ? വെക്കും. എനിക്ക് തലവേദന ഞാൻ ഉറങ്ങിട്ട്. നേതാവ് പഴങ്ങോടൻ ഡോക്ടറല്ല, ഗുണ്ട. അതെനിക്കറിയാം. 2 ദിവസമായി കഞ്ഞി കുടിച്ചു. 2 പ്രാവശ്യം ഇവിടെ കൊണ്ടുവച്ചതാ. ഞാൻ അതങ്ങ് കഴിച്ചു. എന്താ ഒരു പ്രാവശ്യം നിനക്ക് ഫ്രിഡ്ജിൽ വെക്കാനിടാ. ഞാൻ വന്നില്ലേ, ഇനിയിപ്പോ എന്തിനു പേടിക്കണത്? ഇനിയിപ്പോ പേടിക്കേണ്ട കാര്യമില്ല, ഞാൻ വന്നില്ലേ, ധൈര്യമായിട്ടിരുന്നോ. ഞാൻ ശരിയാക്കാം. അവിടെ കൊടുക്കണം. ഇതെങ്ങനെ ഒന്ന് കഴിച്ചു? അയ്യേ, ഞാൻ പേടിക്കണ്ടോ. അവനൊതുക്കാൻ ഞാൻ വേറൊരാളെ വരുത്തുണ്ട്. അതാരാ? അത് സസ്പെൻസാ. അതെ അതെ കാര്യം ഓക്കെ അല്ലേ? എല്ലാം ശരിയാക്കിണ്ട്. അതിനെ പണ്ടാറടക്കണം. ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞ പോലെ അതേ പ്രശ്നം. ഇതാ കാണുന്നത് പ്രശ്നം. അതന്നെ അതന്നെ അവിടെ ചേട്ടൻ ഇതാരാണ്? വാ 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 വാ. 15 മിനിറ്റായി കയറിപ്പോയി. എന്തിട്ടവരോട് ചെയ്യുന്നു? ഒരു പിടി കിട്ടുന്നില്ലേ? അതെ, എവിടേക്ക് നിങ്ങൾ കളി കാണാൻ പോവാ? അതെ, കളി ഇപ്പൊ കാണാൻ പോണ്ട. കാരണം എന്താ വെച്ചാൽ വേറെ വിഷയം. നമുക്കേ അല്ലല്ല, ആ വീട്ടിൽ 15 മിനിറ്റ് പെണ്ണ് കയറി പോയിരിക്കുക. ഇതുവരെ തിരിഞ്ഞു വന്നില്ല. നിങ്ങളിപ്പോ നിങ്ങൾ കളി കാണാൻ പോണ്ട. നിങ്ങളൊക്കെ പ്രസിഡന്റ് ആക്കിയതല്ല വോട്ട് ചെയ്തിട്ട്. അടുത്ത പ്രാവശ്യം നിങ്ങൾ അടുത്ത പ്രാവശ്യം അയാൾക്ക് ചെയ്യരുത്. എനിക്ക് ചെയ്യും, എനിക്ക് വോട്ട് ചെയ്യും. അപ്പൊ കാണാം നിങ്ങൾക്ക് എന്റെ എന്താ എന്റെ വീടിന്റെ മുമ്പിൽ നിങ്ങളെല്ലാവരും കൂടെ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു 15 മിനിറ്റ് പെണ്ണ് കയറി പോയിട്ടുണ്ട് അങ്ങോട്ട്. സത്യാണോ ഈ പറയുന്നത്? സത്യമായിട്ടും അതെ. ഒരു 20 മിനിറ്റ് കഴിഞ്ഞാൽ അവർ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങും. അപ്പൊ കയറി പോയാ പോരെ? ഒന്ന് പോയാ അയ്യോ, എന്നാ കയറി ചെല്ലുന്നങ്ങോട്ട് എന്താ ഉണ്ടാവാന്ന് നോക്കാലോ നമുക്ക്. ഇല്ലേ അതാ വെറുപ്പ് തിരിച്ചു വരും. ഞാനൊന്ന് പുറത്തു പോയപ്പോ ഇതാണ് അയാളുടെ അവസ്ഥ. ഞാൻ ശരിയാക്കി കൊടുക്കും. ഇവളെ ചേട്ടന്റെ വകയിലെ ഒരു ചേച്ചിയുടെ മോളാ. വേണ്ടാതിനും പറയാനിരിക്ക, കുടുംബം കലക്കാനായിട്ട്. ഞാൻ ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരിക്കണോടത്തോളം കാലം നിനക്കൊന്നും എന്നെ തോൽപ്പിക്കാൻ പറ്റില്ലാട്ടാ. ഒരു പ്രതിപക്ഷ നേതാവ് നിൽക്കണം. അതെ, ഞാൻ അങ്ങോട്ട് വരട്ടെ. ശരിയാക്കിരുന്നു കേട്ടാ. ഒലത്തും ഓടിക്കടാ. അധികം നിങ്ങളെ പിടിച്ച്